കോഴിക്കോടിൻ്റെ സ്വന്തം കൊച്ചിക്കോയ ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് കൊച്ചിക്കോയ എന്നാണ് പേരെങ്കിലും കോഴിക്കോടാണ് കൂടുതൽ, പക്ഷേ നമ്മുടെ നാട്ടിലല്ല കേട്ടോ. ഇത് കോഴിക്കോട്, കൊടുവള്ളി, താമരശ്ശേരി എന്നിവിടങ്ങളിലെ ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ. ഇത് വൈകുന്നേരത്തെ സ്നാക്സിന് പകരമായിട്ടും പിന്നെ അതേപോലെ ഡിന്നറായിട്ടൊക്കെ. ആദ്യം തന്നെ നമുക്കൊരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. വളരെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്, ഒരുപാട് വെള്ളമായി പോണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 പൂവൻ പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവനായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ പഴമാണ് എടുത്തിട്ടുള്ളത്, 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇതാ 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ശർക്കര നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഈ ശർക്കരയും അല്ലെങ്കിൽ ഈ പഞ്ചസാരയും ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഇതേപോലത്തെ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര്, അത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം ആയതുകൊണ്ടാണ് അത്ര എടുത്തത്. പിന്നെ അതാ ഒരു 10-15 ചുവന്നുള്ളി ചെറുതാക്കി അരിയണം. നിങ്ങളെ കയ്യിലിപ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് ചുവന്നുള്ളി കയ്യിലില്ല എങ്കിൽ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞാലും മതി കേട്ടോ. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചതച്ചത് നീരെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി നീര് അങ്ങനെ എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്നാലും നമുക്ക് മിക്സിയിലൊക്കെ കുറച്ച് വലിയ കഷ്ണമിട്ട് അരച്ചിട്ട് പിഴിഞ്ഞ് എടുത്താലും മതി, കുറച്ച് മതി കേട്ടോ എന്തായാലും. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസ് പോലെ വെള്ളം പോലെ ആയി പോകരുത്. നല്ലൊരു കുറുകിയ സ്ട്രക്ചറാണ് ഇതിൻ്റെ ഈ ഒരു ഇത്. പിന്നെ അത് നല്ലോണം ആ തേങ്ങാപ്പാൽ ഇട്ടിട്ട് നല്ലോണം വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ രുചിച്ച് നോക്കിയപ്പോൾ ഒരു ഇത്തിരിയും കൂടി ചുവന്നുള്ളി ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഒരു 3 അല്ലിയും കൂടി കയ്യിലുള്ളതും കൂടി ചേർത്ത് അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ കട്ടിയുള്ള തേങ്ങാപ്പാൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി വേണം തോന്നിയപ്പം ബാക്കിയുള്ളതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തന്നെ വേണം. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ ഒരു പാത്രത്തിലേക്ക്, ഒരു മൂടിയുള്ള പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഈ ഫ്രീസറിലല്ല കേട്ടോ, താഴെ. പിന്നെ നമ്മൾ എടുക്കുന്ന അവിൽ, ഞാനിപ്പോൾ ഇവിടെ എടുത്തത് മട്ട അവിലാണ്, ചുവപ്പ് കളറ്. അപ്പോൾ അത് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഞാനിത് അവിൽ വറുത്തെടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. അത് പരന്ന് കിടന്നിട്ടുണ്ടായിനി. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു കൊച്ചിക്കോയ ഉണ്ടല്ലോ, അത് ഈ അവിലിൻ്റെ മുകളിലേക്ക് ഇതേപോലെ അത് കവർ ചെയ്യുന്ന രീതിയിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് 2 ആൾക്ക് നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതാ കുറച്ച് ആ ഒരു സംഭവം ബാക്കിയുണ്ട് കേട്ടോ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.